ഒരു വാർത്തയിലേക്ക് പോകണം. കൈക്കൂലി കേസിൽ പ്രതിയായ ജയിൽ DIG MK വിനോദ് കുമാറിന്റെ സസ്പെൻഷൻ ഉടനുണ്ടായേക്കും. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വിജിലൻസ് മേധാവി ശുപാർശ സമർപ്പിച്ചിരുന്നു. ഡിസംബർ 17-നാണ് വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തത്. എന്നാൽ തുടർ നടപടി വൈകുന്നതായി വിമർശനമുയർന്നതോടെയാണ് വിജിലൻസ് മേധാവി ശുപാർശ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചും വിനോദിനെതിരെ അന്വേഷണമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരണം. അരുൺ, സർക്കാരിന് നാണം കെടുത്തിയ ഒരു ഉദ്യോഗസ്ഥരാണ്. ഇയാൾക്കെതിരെ നടപടി വൈകുന്നതിൽ വലിയ തോതിലുള്ള വിമർശനമൊക്കെ ഉയർന്നിരുന്നതാണ്. ഇയാളിപ്പോൾ സസ്പെൻഷനിലേക്ക് പോകുന്നു, അങ്ങനെ തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ തന്നെ നടപടി ഉണ്ടാകുമെന്നായിരുന്നു പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഇതുവരെയും ആ നടപടി ഉണ്ടായിട്ടില്ല. നടപടി വൈകുകയാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് വ്യക്തമാക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നുമില്ല. മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടി നടപടി എന്നൊരു സൂചന നൽകുന്നത്. പക്ഷേ DIGയുടെ ഇത്രയധികം ക്രിമിനൽ കുറ്റം ചെയ്ത അല്ലെങ്കിൽ ഇത്രയധികം കൈക്കൂലി വാങ്ങിയെന്ന് കൃത്യമായി തെളിഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. പോലീസിന് തന്നെ നാണക്കേടായ, ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടായ സംഭവമാണ് ഇതെന്ന് വ്യക്തമാണ്. എന്നിട്ടും നടപടി വൈകുകയാണ്. 12 തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നാണ് വിനോദ് കുമാർ ഈ പണം വാങ്ങിയിട്ടുള്ളത്. ഗൂഗിൾ പേ വഴിയും ഇടനിലക്കാർ വഴിയുമൊക്കെ പണം വാങ്ങിയിരുന്നു. വിയൂർ ജയിലിലെ വിരമിച്ച ഉദ്യോഗസ്ഥനായ ഇടനിലക്കാരായിരുന്നു. അതും വളരെ പ്രമാദമായ കേസുകളിലെ പ്രതികൾ അണ്ണൻ സുജിത്തും കൊടിസുനിയും അടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് അയാൾ കൈക്കൂലി വാങ്ങുകയായിരുന്നു. ഇളവുകൾക്ക് പരോളിനൊക്കെ വേണ്ടി കൈക്കൂലി വാങ്ങുക. ഏറ്റവും ക്രൂരകൃത്യം ചെയ്ത ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ അവരിൽ നിന്ന് പോലും കൈക്കൂലി വാങ്ങുന്നുവെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ ഒരു മനോനില ആ രീതിയിൽ കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ക്രിമിനലുകളിൽ നിന്ന് തന്നെ പണം കൈക്കൂലി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് പോലീസിൽ ഒരിക്കലും വച്ചുപൊറിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു കുറ്റകൃത്യമാണ്. അത്തരമൊരാളെയാണ് ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുകയും ചെയ്യുമ്പോഴും ആ സസ്പെൻഷൻ നടപടി വൈകിപ്പോകും. സ്വാഭാവികമായും നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള കാലതാമസം എന്നൊക്കെ വിശദീകരിക്കുമ്പോഴും ഇത്തരമൊരു ഉദ്യോഗസ്ഥനെ ഇനിയും എന്തിനെ സംരക്ഷിക്കുന്നു, എന്തിനെത്ര വൈകിക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇയാളുടെ പല ഇടപാടുകളും, വർഷങ്ങളായുള്ള ഇയാളുടെ ഇടപാടുകളെല്ലാം സംശയനിഴലിലാണ്. സ്ഥലം മാറ്റത്തിനായി ജീവനക്കാരിൽ നിന്ന് പണം വാങ്ങിയിരുന്ന പരാതി ആ രീതിയിലും അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇപ്പോൾ വന്നിട്ടുണ്ട്. കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരുന്നപ്പോൾ സ്ഥിരമായി ജോലിക്ക് ഹാജരാകാതെ സസ്പെൻഷൻ നേരിട്ട ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ അച്ചടക്കമില്ലാത്തൊരു ഉദ്യോഗസ്ഥൻ നിലയിൽ കൂടി ഇയാൾ ചീത്തപ്പേരുണ്ടാക്കിയ ആളാണ്. പ്രതികൾക്ക് വിയൂർ ജയിലിൽ വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കി സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് പലപ്പോഴും ഈ അന്വേഷണങ്ങളൊക്കെ ഇയാൾ അട്ടിമറിക്കുകയായിരുന്നു. ആ ഒരു ബന്ധം ഇപ്പോഴും ഇയാൾക്ക് തുണയാകുമെന്ന സംശയമാണ്, ആശങ്കയാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം വ്യക്തമാണ് ഇയാൾ ചെയ്ത കുറ്റങ്ങൾ, ഇയാൾ ചെയ്ത തെറ്റുകളെല്ലാം വളരെ വ്യക്തമാണ്. തെളിവുകളടക്കം പരാതി ലഭിച്ചതാണ്, അല്ലെങ്കിൽ തെളിവുകൾ ലഭിച്ചതാണ്. എന്നിട്ടും ഇയാളെക്കെതിരെ വകുപ്പ് നടപടി എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നാണ് അറിയേണ്ടത്. ഇത്രയും വർഷം അയാൾ വിരമിക്കാൻ വെറും 4 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അത്തരമൊരു ഉദ്യോഗസ്ഥനെ ഇത്രയും നാൾ സംരക്ഷിച്ചവർ ഇപ്പോഴും അയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഡിസംബർ 17 കേസെടുത്തിട്ടും ഈ ദിവസങ്ങളിൽ അയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല. ഉടൻ ഉണ്ടാകുമെന്നൊരു മറുപടിയാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായൊരു നടപടിയിലേക്ക് നീങ്ങുന്നില്ല. പരോളിന് കോഴ വാങ്ങുന്നു, പരോൾ നൽകാൻ പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന് കോഴ വാങ്ങുന്നു. അങ്ങനെ എല്ലാത്തിനും തെളിവുകൾ ആണ് ഇയാൾക്കെതിരെ ലഭിച്ചത്. കൊടിസുനിയെ പോലെയുള്ള, അണ്ണൻ സുജിത്തിനെ പോലെയുള്ള കൊടും ക്രിമിനലിൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതാണ്. സുനിയുടെ കൊട്ടേഷൻ തെളിവ് നശിപ്പിക്കാൻ ഇയാൾ കൂടെ നിന്നതിന് തെളിവുകൾ അന്വേഷണ സംഘം ലഭിച്ചു കഴിഞ്ഞു. ഒരു മാസം ഇയാളുടെ അക്കൗണ്ടിലേക്ക് 35 ലക്ഷം രൂപയും ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപയും ഒക്കെ എത്തിയതായി വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പല ആളുകൾക്കും ഈ പറയുന്ന കൊടിസുനിയും ആ കേസ് പ്രതികളല്ലാതെ മറ്റു പല ആളുകൾക്കും, മറ്റു പല തടവുകാരിൽ നിന്നും ഇയാൾ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നേടിയെടുത്തു, അല്ലെങ്കിൽ അനർഹമായി ഇവരിൽ നിന്ന് പൈസ പിരിച്ച് അവർക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, പരോളും മറ്റ് ജയിലിൽ സൗകര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തു. അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ ജലവകുപ്പ് ഉദ്യോഗസ്ഥരെ വന്നിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ജയിൽ DIG ഇത്ര ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്ര വലിയ കേസിൽ പെടുന്നത്, ഇത്ര വലിയൊരു കൈക്കൂലി കേസിൽ, അതും പ്രകടമായ രീതിയിൽ തെളിവുകളുള്ള ഒരു കേസിൽ പെടുന്നത് ആദ്യമായിരിക്കാം. സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. ഇയാൾക്ക് ഒരുപാട് ഉന്നത ബന്ധങ്ങളുള്ള ആളാണ്. ഇയാൾക്കെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനവും അന്വേഷണ വിധേയമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിജിലൻസ് മേധാവി ശുപാർശയൊക്കെ നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാകുന്നുണ്ട് അരുണ്. അപ്പോൾ ഇയാൾക്ക് ഈ പ്രകടമായി ഇത്രയധികം പ്രശ്നങ്ങൾ, ഇത്രയധികം വിഷയങ്ങളിൽ കൃത്യമായ തെളിവുണ്ടായിട്ടും നടപടി വൈകുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം.
അതാണ് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഇയാളുടെ ഈ ക്രമക്കേടുകളിലേക്ക് നേരത്തെ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥർക്കും ബോധ്യമുള്ളതാണ്. പക്ഷേ അപ്പോഴൊക്കെ കൃത്യമായ സംരക്ഷണം അയാൾക്ക് ലഭിച്ചിരുന്നു. ഒടുവിൽ ഇങ്ങനെ വിജിലൻസിൻ്റെ പിടി വീഴുമ്പോഴും ഇയാളെ എന്തിനാണ് ഇത്രയധികം സമയം ഒരു ഉദ്യോഗസ്ഥനെ പ്രഥമ ദൃഷ്ടിയ മാത്രം പറഞ്ഞാൽ പോലും വളരെ കൃത്യമായ തെളിവുകളാണ് ഇയാൾക്ക് വിജിലൻസ് ലഭിച്ചിരിക്കുന്നത്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് 35 ലക്ഷം രൂപയും ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപയൊക്കെ വന്നതായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇയാൾക്ക് നടപടി വൈകുന്നു? സ്വാഭാവികമായും അന്വേഷണ വിധേയമായാകും ഇയാളും സസ്പെൻഷനിലേക്ക് പോകും. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു രീതി അനുസരിച്ച് സസ്പെൻഷൻ ഉള്ളപ്പോൾ പോലും ഇയാൾക്ക് ചെലവിനുള്ള തുക, ഒരു നിശ്ചിത തുക അയാൾക്ക് ശമ്പളമായി തന്നെ ലഭിക്കാൻ, അലവൻസ് ലഭിക്കാൻ അർഹതയുണ്ട്. അത്തരമുള്ള ഒരു നിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ വൈകുന്നു? ഇനിയും ഇയാൾ ഇത്ര അധികം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനാണ്, തട്ടിപ്പ് നടത്തിയ ആളാണ്. എന്നിട്ട് പോലും അയാൾക്ക് സർക്കാർ ചെലവിൽ ഇയാൾക്ക് ഇനിയും അയാളുടെ ശിഷ്ടകാലം, സർവീസുള്ള കാലം തുടരാനാകും. പിന്നീട് കേസുമായൊക്കെ ബന്ധപ്പെട്ട് മാത്രമാകും ഇയാളുടെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു നടപടിയെങ്കിലും എടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇത്രയും നാൾ സംരക്ഷിച്ചവർ ഇപ്പോഴും ഇയാൾക്ക് അതേ രീതിയിലുള്ള സംരക്ഷണം ഒരുക്കുന്നതുകൊണ്ടല്ലേ ഇത്തരമൊരു നടപടി? സ്വാഭാവികം വിരമിക്കുന്നതിന് 4 മാസം മുമ്പ് മാത്രമാണ് ഇയാൾ പിടിക്കപ്പെടുന്നത്. എത്ര തുക ഇയാൾ ഇതിനകം ഉണ്ടാക്കിയിരിക്കണം? ഈ DIG പദവിക്ക് താഴെയുള്ള പദവികളിലൂടെയൊക്കെ വന്നയാളാണ് സ്വാഭാവികമായും. അതുമൊക്കെ ജയിൽ വകുപ്പിൽ വളരെ പ്രധാനപ്പെട്ട പദവികളാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥർ എത്ര വർഷം, എത്ര ആളുകളിൽ നിന്ന് എത്ര കോടിക്കണക്കിന് രൂപ ഇയാൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകാം? എത്ര ആളുകൾക്ക് അനധികൃതമായി ഇയാൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കാം? ജയിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് കൊടും ക്രിമിനലുകൾക്ക്, പണമുള്ളവന് ജയിലിൽ എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഒരുക്കിയ ഒരു ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് ഇയാളെന്ന് വ്യക്തമാണ്. അത്തരത്തിലുള്ള നിരവധി ആളുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ അതൊരു ഉദ്യോഗസ്ഥനെ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ, അയാളുടെ സർവീസിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ, പതിറ്റാണ്ടുകൾ സർവീസിനുള്ള ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പിടിവീഴുമ്പോൾ എന്തുകൊണ്ട് ജയിലുകളിൽ ക്രിമിനലുകൾ യഥേഷ്ടം പോയി വരുന്നു? എന്തുകൊണ്ട് അവർക്ക് പുറത്തുള്ളതിനേക്കാൾ സൗകര്യങ്ങൾ ജയിലിൽ ലഭിക്കുന്നതിന് കൃത്യം ഇത്തരം ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരെ സംരക്ഷിക്കുന്ന ഭരണാധികാരികളുണ്ടെങ്കിൽ അവർ കൂടിയാണ് ഇതിന് മറുപടി പറയേണ്ടി വരുന്നത്. പക്ഷേ ഇത്രയധികം വന്നിട്ടും ഇയാളെ ഇപ്പോഴും സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്ര നാൾ വിലസി ഇയാൾ കൈക്കൂലിയൊക്കെ വാങ്ങി സുഖലോലുപമായ ജീവിതം ഇയാൾ മുന്നോട്ട് കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെടുന്ന പശ്ചാത്തലം സർവീസിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും നാണം കെട്ട് പടിയിറങ്ങുക എന്നുള്ള കാര്യത്തിലേക്ക് ഇയാൾ എത്തുന്നു. പക്ഷേ ഇത്രയും നാൾ ഇയാളെ വളർത്തിയവർ, ഇയാളെ പോറ്റിയവർ, ഇയാൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിയവർ കൈക്കൂലിക്കാരനാണ് എന്നറിഞ്ഞിട്ടും ഇയാളെ ഉന്നത ബന്ധങ്ങളിൽ ഇയാൾ വിരാജിച്ച് നടന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ സേനയിൽ, നമ്മുടെ പോലീസ് സംവിധാനത്തിൽ ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പലരും പിടിക്കപ്പെടാതെ ഇരിക്കുന്നു. പിടിക്കപ്പെട്ടാൽ പോലും ഒരു ചെറിയ നടപടി, സസ്പെൻഷൻ മറ്റുമായി ഒന്നൊതുങ്ങി വീണ്ടും സർവീസിൽ തിരിച്ചു കയറുന്ന പല സാഹചര്യങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ നമുക്കറിയാം, ഈ രാഷ്ട്രീയക്കാരുടെയും ഉന്നത ആളുകളുടെയും ഒക്കെ അടുത്ത ആളുകളാണ്. അവർക്കുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇതിപ്പോൾ കൊടും ക്രിമിനലുകൾക്കാണ് ഇയാൾ സൗകര്യം ചെയ്തു കൊടുത്തത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.